ഹായ് ഓൾ. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ രാവിലെ ഇന്ന് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന നിഫ്റ്റിയില് ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ടിന് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് അഗ്രസീവ് ആയിട്ടുള്ള ഒരു എൻട്രി അവോയ്ഡ് ചെയ്യുക എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് മാർക്കറ്റിൽ ഇന്നത്തെ നമ്മളൊരു ഓപ്പണിംഗ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാ ദിവസവും പറയാറുണ്ട്, വാല്യൂ ഏരിയന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു സൈഡ് വൈസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. മാർക്കറ്റ് കുറെ സമയം ഒരു 1 o'clock വരെയൊക്കെ മാർക്കറ്റ് ആ ഒരു റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് കുറെ സമയം മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് പിന്നീടാണ് മാർക്കറ്റ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നല്ല ഒരു കൺവിക്ഷൻ ഉള്ള ദിവസം നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതായത് മാർക്കറ്റിൽ ഒരു ട്രെൻഡിങ്ങിനുള്ള ചാൻസ് അല്ലെങ്കിൽ നല്ലൊരു അപ്സൈഡ് മൂവ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇതുപോലെ ഓപ്പർച്യൂണിറ്റി നമുക്ക് ആ ഒരു കൺവിക്ഷൻ നമുക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ക്ലിയർ ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളും നല്ല ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി മാർക്കറ്റിൽ വെയിറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ഉള്ളത് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസിന്റെ ചാർട്ടിലാണ്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയില് നിഫ്റ്റിയുടെ ഇൻഡെക്സിന്റെ സ്പോട്ട് പ്രൈസിന്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്യൂച്ചറിന്റെ ലെവൽസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ട് ലെവലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇപ്പൊ നാളത്തെ ഓപ്പണിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിരുന്നു. നിഫ്റ്റിയുടെ ഈ ഒരു 27 മാർച്ചിന്റെ ഒരു സ്മാർട്ട് മണി ആക്ടിവിറ്റി നടന്ന ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തതിന്റെ മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. അപ്പം നാളത്തെ ഓപ്പണിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് നമുക്ക് സ്പോട്ട് പ്രൈസിന്റെ ലെവൽസ് നമുക്ക് നോക്കാം. സ്പോട്ട് പ്രൈസിന്റെ ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു 23,050 ലെവലിന് മുകളിലാണ് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരുപക്ഷെ നാളെ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഇതിന് മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അപ്സൈഡ് മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം ആ ഓപ്പണിംഗ് സമയത്ത് നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിലെ ചാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പൊ അതിലേക്ക് വരാം. അപ്പം മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 23,200 ലെവൽ ചെറിയ റെസിസ്റ്റൻസ് ആണ്, അത്ര ഇമ്പോർട്ടന്റ് അല്ലത്. അതുപോലെ തന്നെ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 23,353 എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതും അത്ര സ്ട്രോങ് ആയിട്ടുള്ള ലെവലൊന്നും അല്ല. അതുപോലെ തന്നെ മാർക്കറ്റ് 23,450 നെക്സ്റ്റ് റെസിസ്റ്റൻസ്. 23,450 മുതൽ 23,466 വരെയുള്ള ലെവല് ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ രണ്ട് ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. മാർക്കറ്റ് മുകളിലോട്ട് ഒരു ഡയറക്ഷൻ ഇതിന്റെ ഹൈ കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഒരുപാട് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു നല്ല ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തരാതെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് മാർക്കറ്റ് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിന് മുകളിൽ മാർക്കറ്റ് ഓപ്പണിംഗ് ഡയറക്ഷൻ മുകളിലോട്ട് കാണിക്കുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലെവൽസ് ഒക്കെ നിങ്ങൾക്ക് ടാർഗറ്റ് വെക്കാനായിട്ട് യൂസ് ചെയ്യാം. ആ, ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഈ രണ്ട് ലെവൽസ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. 23,200 ചെറിയ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അത് ഒരുപക്ഷെ മാർക്കറ്റ് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഒരു ഏരിയയിൽ ജസ്റ്റ് താഴേക്ക് വന്ന് അപ്പൊ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എൻട്രി എടുക്കാം. 23,200 മുകളിലോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് 23,350 ടാർഗറ്റ് നോക്കാം. അതുപോലെ നെക്സ്റ്റ് ഒരു ടാർഗറ്റ് 450 ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയ ഒരു സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. 23,050 മുതൽ 23,950 വരെയുള്ള ലെവലിൽ ഒരു സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പം ഡൗൺ സൈഡിലേക്ക് നമ്മൾ ഇതിന്റെ താഴെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ വാല്യൂ ഏരിയ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിൽ നമ്മൾ വാല്യൂ ഏരിയ ഹൈയും ലോയും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം അതാണ് കുറച്ചുകൂടെ കൺവിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. എങ്കിലും നമുക്ക് ഇതിന്റെ താഴെ നമുക്കൊരു ഡൗൺ സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെവലിൽ താഴെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ചിലപ്പോൾ താഴേക്ക് ഇറങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റിയ ലെവൽസ് ഒന്ന് 22,800 ഒരു സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് 22,637 ലെവല് ആ ഒരു ലെവലിൽ സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അതേപോലെ തന്നെ 22,465 22,368 നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവൽസ് തന്നെയാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നമ്മൾ നേരെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലേക്ക് പോവുകയാണ്. മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിൽ നമ്മളിപ്പം ഇന്നൊരു ഓപ്പൺ ഓപ്ഷൻ ഇൻസൈഡ് എന്ന് പറഞ്ഞ ഓപ്പണിംഗ് ആയിരുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു സൈഡ് വൈസ് ഉള്ള ചാൻസ് ഉണ്ട്, അതുപോലെ ഫാൾസ് ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസ് ഉണ്ട്. എങ്കിലും മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എൽ സ്പൈക്കിൽ എൽ പീരീഡിൽ ഒരു സിംഗിൾ പ്രിന്റോട് കൂടിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു സ്മാർട്ട് മണി ആക്ടിവിറ്റിയാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നാളത്തെ ഓപ്പണിംഗിൽ നമുക്ക് മാർക്കറ്റ്
ഈ ഒരു ലെവലിൽ ഈ ഒരു സിംഗിൾ പ്രിന്റിന്റെ മുകളിൽ, അതായത് നിങ്ങൾ ഈ ഒരു ലെവൽ നിങ്ങൾ ഒരു സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ മാർക്ക് ചെയ്ത് വെക്കുക. 23,116 മുതൽ 23,120 വരെയുള്ള ആ ഒരു ഏരിയ, ഇത് ഫ്യൂച്ചറിന്റെ ചാർട്ടാണ്. ഒരുപക്ഷെ മാർക്കറ്റ് ഇതിന്റെ മുകളിൽ ഓപ്പൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ലെവലിലേക്ക് വന്ന് ടെസ്റ്റ് ചെയ്ത് ഇവിടുന്ന് പ്രൈസ് റിജക്ട് ചെയ്ത് ബൗൺസ് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതിന്റെ മുകളിൽ നമുക്ക് നാളെ മാർക്കറ്റിന് ഓപ്പണിംഗ് കിട്ടി ഒരു ഡയറക്ഷൻ മുകളിലോട്ടാണെങ്കിൽ അതൊരു ബൈ സൈഡിലേക്കുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ്. അപ്പൊ ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു നല്ല രീതിയിൽ ബൈയിങ് ആക്ടിവിറ്റി നടന്ന ഒരു ഏരിയ ആണ്. അപ്പം നിങ്ങൾ ഈ ലെവലിൽ ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ട് ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഇതിന്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് മുകളിലോട്ടുള്ള ഒരു അപ്സൈഡിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്, അത് ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പൊ ഇവിടുന്ന് മാർക്കറ്റ് ഇപ്പൊ നാളത്തെ ഒരു ഓപ്പണിംഗും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സ്മാർട്ട് മണി ടൈപ്പ് ഓഫ് ഓപ്പണിംഗ് ആണെങ്കിൽ മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇപ്പം ഒരു നെഗറ്റീവ് ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അപ്പം ഈ ലെവൽ നിങ്ങൾ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വാല്യൂ ഏരിയ ഹൈ, അതായത് ഇന്നത്തെ വാല്യൂ ഏരിയ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23,070 വാല്യൂ ഏരിയ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23,896 ഫ്യൂച്ചറിന്റെ ലെവലാണ്. അപ്പം ഇതിന്റെ മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ട്രെൻഡിങ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇത് കുറച്ചുകൂടെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ വാല്യൂ ഏരിയന്റെ താഴെ ഈ ലോ പറഞ്ഞ ലെവലിൽ അതിന്റെ താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതായത് ഈ ഒരു ലോയിന്റെ താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ ഒരു 1 അവർ മാർക്കറ്റിന് ഡയറക്ഷൻ താഴെ കാണുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കുള്ള ട്രെൻഡിങ് ആനുള്ള ഒരു പോസിബിലിറ്റി ആണ് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഒരു POC ഇതൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. 23,000 എന്ന് പറഞ്ഞ ഏരിയ ആണ് ആ ഒരു ഫ്യൂച്ചറിന്റെ പ്രൈസിൽ. ഓക്കെ, അപ്പം ഈ ലെവൽസ് ആണ് നാളത്തേക്ക് നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് താഴേക്ക് വന്നൊരു ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഒരുപക്ഷെ ഡൗൺ സൈഡിലേക്ക് ഒരു ഡയറക്ഷൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റിയ ലെവൽസ് ഫ്യൂച്ചർ ചാർട്ടിലുള്ള ഒന്ന് ഈ ഒരു ലെവലാണ്, ഒരു 22,734. അത് കഴിഞ്ഞ ദിവസത്തെ ഒരു POC ആണ്, വെർജിൻ POC ആണ്. അപ്പൊ അത് നമുക്ക് ടാർഗറ്റ് വെക്കാം. അതേപോലെ തന്നെ ഇവിടെ ഒരു സിംഗിൾ പ്രിന്റ് ഉണ്ട്. ഈ ഒരു ലെവലിൽ ഒരു ബൈയിങ് ആക്ടിവിറ്റി നമ്മുടെ ഏരിയ ആണ്. അപ്പൊ അതിന് സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അതേപോലെ തന്നെ ഈ ഒരു POC ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. വരും ദിവസങ്ങളിൽ മാർക്കറ്റിന് ഡയറക്ഷൻ താഴേക്ക് കിട്ടുവാണെങ്കിൽ, കാരണം ഇവിടെ ഒരു ഇമോഷണൽ ബൈയിങ് വന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഒരു വിത്തിൻ 5 ഡേയ്സിനുള്ളിൽ മാർക്കറ്റ് അവിടെ എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു ഡയറക്ഷൻ കിട്ടിയാൽ മാത്രം നമുക്ക് ആ ഒരു ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഒരു പുതിയ ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളോടൊപ്പം ലൈവ് ട്രേഡിങ്ങിനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.